ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹെയർ വാഷിന് മുന്നേ ഞാൻ ചെയ്യുന്ന ഹെയർ കെയർ റൂട്ടീൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ നിന്ന് തന്നെ ഡീറ്റാങ്കിൾ ചെയ്ത് തുടങ്ങണം. രണ്ട് സൈഡും ഡീറ്റാങ്കിൾ ചെയ്യുക. നമ്മളിപ്പോൾ മുകളിൽ നിന്നാണ് ഡീറ്റാങ്കിൾ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുഡിൻ്റെ ഒക്കെ ഒരു കോമ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പിനെ കഴിഞ്ഞു നല്ലത് വുഡിൻ്റെ കോമ്പ് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഹെയറൊക്കെ ഡീറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സ്കാൽപ്പ് മസാജർ എടുക്കുക. സ്കാൽപ്പ് മസാജർ എടുത്തിട്ട് തല മുഴുവനായിട്ടും മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ 2 തവണ ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ഒരു റൗണ്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കും. സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തലയിലത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഇട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവാനൊക്കെ ഈ സ്കാൽപ്പ് മസാജ് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ 2 തവണ അങ്ങനെയാണ്. അങ്ങനെ കംപ്ലീറ്റ് ഒരു റൗണ്ട് ഞാൻ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഞാൻ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് റോസ്മേരിയുടെ ഓയിൽ ഒരൊറ്റ പമ്പ്, ഞാൻ മിയല്ലയുടെ റോസ്മേരി ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു പമ്പ് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്യും. സെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് എന്നിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വിരലുകൾ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറ്. സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ച് സെക്ഷൻസ് ഒക്കെ എടുത്ത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് സ്കാൽപ്പ് മസാജർ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലും എൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് വിരലുകൾ കൊണ്ട് നന്നായിട്ട് തല മസാജ് ചെയ്ത് കൊടുത്താലാണ് എനിക്ക് നന്നായിട്ട് ഓയിലൊക്കെ അബ്സോർബായി അങ്ങനെയൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയിലൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓയിൽ കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാറ് തന്നെയാണ് പതിവ്. അങ്ങനെ ഹെയറിലൊക്കെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തു. മൊത്തം മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് കെട്ടിവെക്കും. ഒത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ, ഒത്തിരി സമയമുള്ളവരാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് കെട്ടിവെക്കണം നല്ലതാണ്. പക്ഷെ എനിക്കിപ്പം അത്രയ്ക്കും സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു അരമണിക്കൂർ ഓയിൽ തലയിൽ മസാജ് ചെയ്തതിന് ശേഷം കെട്ടിവെക്കും. ഈ ടൈം ഞാൻ ചെറിയൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് 1 കപ്പ് വെള്ളം, അതിനകത്തൊരു 4 സ്പൂൺ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അരിയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പരുവം വേവായി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വെച്ചൊന്ന് തണുപ്പിക്കും. എന്നിട്ട് അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനകത്തേക്കൊരു 2 ടീസ്പൂൺ റോസ്മേരി വാട്ടർ ഒഴിക്കും. അത് കഴിഞ്ഞിട്ടൊരു 2 ടീസ്പൂൺ അലോവേറ ജെല്ലും ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ അരി വേവിച്ച് അരച്ചെടുത്തപ്പോൾ ഇത്തിരി ഇത്തിരി കൂടി കുറവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ അത്യാവശ്യം എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻസ് എടുത്തിട്ട് നന്നായിട്ട് ആ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ആക്കിയത്. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരിയും കൂടി ലൂസായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അങ്ങനെ ഹെയർ മൊത്തം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. സെക്ഷൻസ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ കോലം. ഡ്രസ്സിൽ ഫുള്ള് ഈ ഹെയർ മാസ്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാം.